ഈ ലോകം എത്രയോ വലുതാണ്, മനുഷ്യ മനസ്സുകളുടെ ചിന്തകളും അത്രയും വലുതാണ്. വർഷങ്ങൾക്കു മുമ്പ് ഈജിപ്ഷ്യൻ ലിപികളിൽ മാത്രം കുറിക്കപ്പെട്ടിട്ടുള്ള ത്രിലോക പുഷ്പത്തിൻ്റെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലചക്രം, അത് തേടി വന്നവർ ആ കാലത്തും ധാരാളം ഉണ്ടായിരുന്നു. പാളം തെറ്റിയ പോലെ വന്നൊരു ഇരുട്ട്, കാട്ടുപോത്തിനി വേദം വേണ്ടടാ. ഓടും വഴികളിൽ മാടൻ മറുതയോ, പാപം ശാപം ഇനി മോക്ഷം, എട്ടു ദിക്കിൽ വഴി തെറ്റി വന്ന സാധനം അവിടെ തന്നെ ഇല്ലേ? നീ ഏത് ഗുദാമിലാണ് കൊണ്ടുവച്ചേക്കണേ? സാധനൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇവിടുന്ന് എവിടെ പോകാനാണ്? എനിക്ക് നാശം വഴിയിൽ നിസാമ, എനിക്ക് മാമ്പഴമാണ്. മൂവാണ്ടനാണ്. ഇത് നമ്മുടെ ഭാസ്കരേട്ടന്റെ 1.5 ഏക്കർ പറമ്പാ. അവരിവിടെ നാട്ടിലില്ലല്ലോ. എന്തായാലും സ്ഥലം പിടിച്ചൂട്ടാ, ഒരാളോടേക്ക് എത്തിപ്പെടില്ല. അല്ലട നിശാമ, നീ ആ കുയിതൊന്നാണ് തൂമ്പ് വിളിച്ചേ? അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയോ കിടക്കുന്നു. ഇതന്നെയല്ലടാ സ്ഥലം. ഈ മരാണോ അതോ ആ മരാണോ, അല്ലേ പിന്നെ അവിടുത്തെ മരാണോ? എടാ കൺഫ്യൂഷൻ ഏടാ. ഓ ഇതിപ്പോ എവിടെ പോയി തപ്പാനാ? നോക്കി നിൽക്കണ്ട, പോയി തപ്പടാ. ഇവിടെയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തൊരു അടയാളം വെച്ചിരുന്നു, മറന്നു പോയില്ല. എടാ നീ സാമ, നീ വന്നേ. ഇതെന്താടാ ഈ സാധനം? ആ കോഴിത്തോല്, കോഴിത്തോല്. ഇതാണ് അടയാളം. ഈ തോലാണോ അതിന്റെ അടയാളം? എടാ ഇവിടെ ഉണ്ടടാ സാധനം. എന്റെ പൊന്നിടാവേ, ഇതിന്റെ ആനേനാണോ കുച്ചിരിക്കുന്നത്? എന്നാലും നിന്നെ കൊന്നെത്തിട്ട് എങ്ങനെ സാധിക്കുന്നടാ? ഇന്നലെ നീ കുളിച്ചിടാൻ പറഞ്ഞപ്പോഴേ എനിക്ക് ഈ ഭാസ്കരേട്ടൻ്റെ 1.5 ഏക്കർ പറമ്പേ കിട്ടിയുള്ളൂ. എന്നായിക്കോട്ടെ. ഇന്നലെ നല്ല ഇരുട്ടായിരുന്നു, പോരാത്തതിന് നല്ല മഴ. ഈ കോഴിത്തോല് വെക്കാൻ തോന്നിയതേ എൻ്റെ ബുദ്ധിയാ. ഭാഗ്യം, നീ കോഴിത്തോലല്ലേ വെച്ചുള്ളൂ, കോഴീനെ വെച്ചില്ലല്ലോ. ദേ എടാ, ഇത് സ്വർണം തന്നെയല്ലേ? പിന്നെ തനി തങ്കം.
അതിന് നീ കണ്ട? മോഹനം വക്കീല് പറയണതേ ഞാൻ കേട്ടു. എന്നാ നമ്മളൊരു വിലസും നമുക്ക് തുറന്നു നോക്കണ്ടേ? ആ തുറന്നു നോക്കാം. എന്നാ വാ. അത് കാറ്റാ. നമുക്കേ വേഗം നോക്കിയിട്ട് വേഗം പോകാം. ചെട്ടിയാര് നമ്മളെയും കാത്തിരിക്കുക. ആടാ പോവാടാ, ഇത് നോക്കട്ടെ. ഇതെന്താ പൂവും നല്ലതൊക്കെ? ഇതാ വക്കീലിന്റെ പണിയാ. വക്കീല് പൂജിച്ചു വെച്ചതാവും. എന്റെ അമ്മോ, ഇതെന്തൊരു മാരകയിട്ടണ്ട. അപ്പൊ തത്തമ്മല്ലേ? എടാ എനിക്കിത് കണ്ടറിഞ്ഞൂടെ? ഇത് നല്ല ഒന്നാം തരം പ്രാവും ഞാൻ. എടാ ഇനി ഇവിടെ നിൽക്കുന്ന ശരിയല്ലടാ. നമുക്കിത് വേഗം ചെട്ടിയാരി കൊണ്ടെടുത്ത് കാശ് പഠിക്കാം. വേഗം പറഞ്ഞു. നീ ഇത് ശ്രദ്ധിച്ച? ഇതിന് എന്തോ ഒരു പ്രത്യേകത ഇല്ലടാ. എന്ത്? അത് നിന്റെ തോന്നലായിരിക്കും. തോന്നലല്ലടാ, ഇതെന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. ഇതെന്താണെന്ന് അറിയട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് ചെട്ടിയാരി കൊടുക്കാം. എടാ കാശ് വാങ്ങിയിട്ട് ചെട്ടിയാരിക്കൊന്ന് സാധനം കൊടുത്തില്ലെങ്കിൽ ആള് ചുമ്മാ സീനാണ്. അത് വേണോ? നമ്മളെന്താ മോശ? എടാ എൻ്റെ മനസ്സ് പറയുന്നതാ, ഇത് സാധാരണ പ്രതിമല്ല. ഇതിനെന്തൊരു പ്രത്യേകത ഉണ്ട്. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ മോഹനം വക്കീലിന്റെ വീട്ടിൽ നിന്ന് അന്ന് രാത്രി ഞാൻ അതെടുത്തപ്പോ ഇതിന്റെ കണ്ണീന്നൊരു തിളക്കം വന്നിരുന്നടാ. അതാ ഞാൻ പറഞ്ഞത്. സാധനം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ഇതെന്താ നമുക്ക് ആദ്യം അറിയണം. പക്ഷെ ചെട്ടിയാരെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യും? ചെട്ടിയാരി ആദ്യം ഇതിന്റെ കാര്യം തീരുമാനാക്കട്ടെ. എടാ അതിനിപ്പോ ഒരാളുണ്ട്. ആര്? ചത്ത കോഴിയെ പറപ്പിക്കുന്നവൻ, ചുട്ട കോഴിയെ മാത്രം തിന്നുന്നവൻ. നമ്പോലാക്ഷ പണിക്കാർ. നിനക്കെന്താ വയ്യേ? എടാ നീ വിചാരിക്കുന്ന പോലല്ല. ആൾ പേര് കേട്ട ആളാ. ഈ കിളിക്കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്ന എല്ലാ കാര്യങ്ങളും ആള് പറഞ്ഞു തരും. എടാ ഈ പറഞ്ഞ നമ്പോലെ എനിക്കറിയാം. 500 കുറവ് ആള് മേടിക്കാറില്ലേ? എടാ ലക്ഷങ്ങൾ കിട്ടാൻ പോകുമ്പോ പിന്നെ എന്തഞ്ഞൂറ്? നമ്പോലെങ്കിൽ നമ്പോലൻ. ഈരഴു ഭൂമിയതിൽ അഖിലാണ്ടാ താണ്ഡവം അമരത്തിൽ നിൽക്കുമത് അഭിലാക്ഷ പർവതം. നമ്പോലാക്ഷൻ നമ്പോലാക്ഷൻ. ഇത് സ്വർണ്ണാണെന്ന് നിങ്ങളോട് ആരെ പറഞ്ഞേ? ത്രിലോക പുഷ്പത്തിന്റെ
വേര് അഥവാ എല്ലാ ശക്തികളെയും കീഴ്പ്പെടുത്തുന്ന ഒരു കാലചക്രം. ഈ നാട്ടുകാരനല്ലവൻ, കടൽ കടന്നു വന്നവൻ. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളിലൂടെ കൈമാറി വന്ന അമൂല്യമായ നിധി. അതാരാ നമ്പൂരിച്ച ആ പ്രഗത്ഭന്മാര്? അതറിയായിരുന്നെങ്കിൽ പുള്ളിയോടെ വന്നിരിക്കോ? നിങ്ങളെ പോലുള്ള ചുംബന്മാര് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെന്താ ശുംഭന്മാരെന്ന് പറഞ്ഞ? എടാ, ഈ നിധി കിട്ടാൻ ഭാഗ്യമുള്ളവരെ പറയുന്ന പേരാ ശുംഭൻ. അല്ല തിരുമേനി, ഇത് വിറ്റപ്പോ കാശ് കിട്ടില്ലേ? ത്രിലോക പുഷ്പത്തിന്റെ വേരെന്ന് പറഞ്ഞാൽ സാധാരണമായ ഒരു വൃക്ഷത്തിന്റെ വേര് പോലെയല്ല. ഇതിനൊരു പ്രത്യേകതയുണ്ട്. സ്വർണത്തെക്കാൾ വിലയുള്ളതും ദൃഢമായതുമാണ്. അതുകൊണ്ട് മോഹവില തന്നെ കിട്ടും. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതൊരു ഈജിപ്ഷ്യൻ മുന്തച്ചാണ്. മൂത്താപ്പയോ? ഏത് ശുംഭൻ? ആ, അത് ഞാൻ തന്നെ ശുംഭൻ. പേര് ശ്യാമൻ. ഇതൊന്നും നോക്കണ്ട, തിരുമേനി പറഞ്ഞോളാ. മുന്തജ് എന്ന് പറഞ്ഞാൽ ഒരു ഈജിപ്ഷ്യൻ ഉൽപ്പന്നം. അതിന്റെ ഗ്രഹനില കാണുന്നത് അങ്ങ് ഈജിപ്തിലാണ്. എന്നാ ഞങ്ങളങ്ങോട്ട്. അപ്പൊ അങ്ങനെ ആവട്ടെ, നല്ലത് വരട്ടെ. തിരുമേനിക്ക് നല്ല ചുമയുണ്ടല്ല. ദക്ഷിണോർത്തില്ല. ആ, ദക്ഷിണ തിരുമേനി, ദക്ഷിണ. ഇതെന്താ 10 രൂപ? 500-ൽ കുറവ് ഒരാളിൽ നിന്നും വാങ്ങാറില്ലേ തോന്നും. എന്താ ഈ കാണിക്കാൻ? തിരുമേനി, തിരുമേനി 50 കൂടുതല് ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല. കാട്ടുപോത്തിനി നിവേദം വേണ്ടടാ. എന്ത് ചെല്ല്? വിശ്വം കർമ്മ ദൈവസ്ത്യ. ഇത്രയും പണിയെടുത്തിട്ട് 50 രൂപ. വിളക്കാരെ കെടുത്തി. ചെട്ടിയാര് മുതലാളി, ഇന്നലെ രാത്രി നല്ല മഴയായ കാരണം വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല. കാശ് വാങ്ങി പോയിട്ടേ സാധനം തരാത്തതിൽ ഞങ്ങൾക്ക് നല്ല പ്രശ്നമുണ്ട്. കാശായിട്ട് തരാനാണെങ്കിൽ തന്ന കാശ് ചെലവായി പോയി. ഇത് നടപടിയാന്ന് തോന്നുന്നില്ലേ? ഞങ്ങളിത് വിട്ടാലൊന്നും ആലോചിക്കുന്നുണ്ട്. ചെട്ടിയാറിൽ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, ഇതല്ലേ മറ്റൊന്ന്. അടങ്ങാത്ത ഉരുക്ക് പേരുകേട്ട സിംഗം നാൻ. അടയാള പിറവിക്കേ അതിരു കാക്കും മല്ലൻ നാൻ. വീരുവേര് വേട്ടയാടും വീരൻ, വീരുസേര് ഉയിര് കാക്കും ധീരൻ. അടങ്ങാത്ത ഊരുക്ക് ചെട്ടിയാറ് ഞങ്ങളെ രക്ഷിക്കണം. അതിരു കാക്കും. വേറെ വല്ല വർക്ക് കിട്ടി ഞങ്ങൾക്ക് തിന്നോളൂട്ടാ. അപ്പോ നിന്റെ മൂങ്ങാവേ എനിക്ക് കിടക്കി പോയതില്ല. മൂങ്ങ പോണീ പോട്ടെ, നമുക്കെടുത്തത് ആനയെ പിടിക്കാൻ ചെട്ടിയാരെ. ஆமா ஆமா பிடிச்சிடலாமே. நீ ரொம்ப நடிகன் தான். സ്കൂളിൽ പഠിക്കുമ്പോഴേ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. டேய், ஏடா ஏமாத்த பாக்குறியா? உனக்கு தெரியும்ல நான் யாருன்னு? செட்டியாருடா, ராஜலக்ஷ்மண செட்டியார். எனக்கிட்ட கண்டு விளையாடுறியா நீ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ചെട്ടിയാരെ. எங்கடா உன் ஃப்ரெண்டு? അവൻ വന്ന് വേറെ വേലക്ക് പോയി ചെട്ടിയാരെ. ஆமா ஆமா,
உங்க வேலையெல்லாம் எனக்கு தெரியும். அப்ப நீங்க 2 பேருமா சேர்ந்து எனக்கு வேலை வைக்கிறியா? அல்ல செட்டியாரு. டேய், நீ ஒன்னும் சொல்ல வேணாம். அந்த ஆந்தை அது என் கைக்கு வந்து சேரணும், புரியுதா? അല്ല അപ്പൊ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഇനി ഒന്നും യോസിക്ക വേണം. നാളേക്ക് കാലയില് ആന്തൈ ഞാൻ കൈക്കൊണ്ട് ചേരണം. പാളം തെറ്റിയ പോലെ വന്നൊരു ഇരുട്ട്, കാട്ടുപോത്തിനി നിവേദം വേണ്ടടാ.